നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോവുക ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായമാണ്. ചോദ്യം 1. ആര് യുദ്ധത്തിന് ഒരുങ്ങിയതിനെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 1 പറയുന്നത്? ഓപ്ഷൻസ്: ഉത്തരം എഫ്രായിംകാർ. ചോദ്യം 2. എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി ഏത് സ്ഥലത്തേക്കാണ് പോയത്? ഓപ്ഷൻസ്: ഉത്തരം സഫോൺ. ചോദ്യം 3. ആരോട് യുദ്ധം ചെയ്യാൻ അതിർത്തി കടന്നപ്പോൾ തങ്ങളെ വിളിക്കാതിരുന്നതിനെ പറ്റിയാണ് എഫ്രായിംകാർ ജഫ്തായെ കുറ്റപ്പെടുത്തുന്നത്? ഓപ്ഷൻസ്: ഉത്തരം അമ്മോന്യർ. ചോദ്യം 4. നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ എന്തിനിരയാക്കും എന്നാണ് എഫ്രായിംകാർ ജഫ്തായോട് പറഞ്ഞത്? ഓപ്ഷൻസ്: ഉത്തരം അഗ്നി. ചോദ്യം 5. ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ എന്തിലായി എന്നാണ് ജഫ്ത പറയുന്നത്? ഓപ്ഷൻസ്: ഉത്തരം കലഹം. ചോദ്യം 6. ആരാണ് അമ്മോന്യരെ ജഫ്തായുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഓപ്ഷൻസ്: ഉത്തരം കർത്താവ്. ചോദ്യം 7. ജഫ്ത ആരെ ഒന്നിച്ചുകൂട്ടിയാണ് എഫ്രായിംകാരോട് യുദ്ധം ചെയ്തത്? ഓപ്ഷൻസ്: ഉത്തരം ഗിലെയാദുകാരെ. ചോദ്യം 8. ഗിലെയാദുകാർ ആരുടെയൊക്കെ ഇടയിലെ അഭയാർത്ഥികളാണ് എന്നാണ് എഫ്രായിംകാർ പറഞ്ഞത്? ഓപ്ഷൻസ്: ഉത്തരം എഫ്രായിമിൻ്റെയും മനാസയുടെയും. ചോദ്യം 9. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ എന്താണ് പിടിച്ചെടുത്തത്? ഓപ്ഷൻസ്: ജോർദാന്റെ കടവുകൾ. ചോദ്യം 10. എഫ്രായിമിൽ നിന്ന് ആര് ഓടിപ്പോകുന്നതിനെ കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 5 പറയുന്നത്? ഓപ്ഷൻസ്: ഉത്തരം ഒരു അഭയാർത്ഥി. ചോദ്യം 11. അഭയാർത്ഥിയോട് ഗിലെയാദുകാർ എന്താണ് ഉച്ചരിക്കാൻ പറയുന്നത്? ഓപ്ഷൻസ്: ഉത്തരം ഷിബോലത്ത്. ചോദ്യം 12. സിബോലത്ത് എന്ന് ഉച്ചരിക്കുന്ന അഭയാർത്ഥിയെ ഗിലെയാദുകാർ എവിടെ വെച്ചാണ് കൊല്ലുന്നത്? ഓപ്ഷൻസ്: ഉത്തരം ജോർദാന്റെ കടവുകളിൽ. ചോദ്യം 13. എത്ര എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 6 പറയുന്നത്?
ഓപ്ഷൻസ്: ഉത്തരം 42,000. ചോദ്യം 14. ജഫ്ത എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻസ്: ഉത്തരം 6 വർഷം. ചോദ്യം 15. ജഫ്ത മരിച്ച് ഏത് പട്ടണത്തിലാണ് അടക്കപ്പെട്ടത്? ഓപ്ഷൻസ്: ഉത്തരം ഗിലയാദ്. ചോദ്യം 16. ജഫ്തായ്ക്ക് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻസ്: ഉത്തരം ഇബ്സാൻ. ചോദ്യം 17. ഇബ്സാൻ ഏത് ദേശക്കാരനായിരുന്നു? ഓപ്ഷൻസ്: ഉത്തരം ബെത്ലഹേം. ചോദ്യം 18. ഇബ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ്: ഉത്തരം 30. ചോദ്യം 19. സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്ത എത്ര പുത്രിമാർ ആണ് ഇബ്സാന് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ്: ഉത്തരം 30. ചോദ്യം 20. തൻ്റെ പുത്രന്മാർക്കു വേണ്ടി എവിടെ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരാണ് ഇബ്സാന് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ്: ഉത്തരം കുലത്തിന് വെളിയിൽ. ചോദ്യം 21. ഇബ്സാൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻസ്: ഉത്തരം 7. ചോദ്യം 22. ഇബ്സാൻ മരിച്ച് ഏത് സ്ഥലത്താണ് അടക്കപ്പെട്ടത്? ഓപ്ഷൻസ്: ഉത്തരം ബെത്ലഹേം. ചോദ്യം 23. ഇബ്സാന് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻസ്: ഉത്തരം ഏലോൻ. ചോദ്യം 24. ഏലോൻ ഏതു ദേശക്കാരനാണ്? ഓപ്ഷൻസ്: ഉത്തരം സെബുലൂൺ. ചോദ്യം 25. ഏലോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഓപ്ഷൻസ്: ഉത്തരം 10. ചോദ്യം 26. ഏലോൻ മരിച്ച് സെബുലൂണിൽ എവിടെയാണ് സംസ്കരിച്ചത്? ഓപ്ഷൻസ്: ഉത്തരം അയ്യാലോൺ. ചോദ്യം 27. ഏലോനിന് ശേഷം ആരാണ് ഇസ്രായേലിൻ്റെ ന്യായാധിപൻ ആയത്? ഓപ്ഷൻസ്:
ഉത്തരം അബ്ദോൻ. ചോദ്യം 28. അബ്ദോൻ ആരുടെ പുത്രനായിരുന്നു? ഓപ്ഷൻസ്: ഉത്തരം ഹില്ലേൽ. ചോദ്യം 29. അബ്ദോന്റെ പിതാവ് ഹില്ലേൽ ഏതു ദേശക്കാരനായിരുന്നു? ഓപ്ഷൻസ്: ഉത്തരം പിറഥോൻ. ചോദ്യം 30. അബ്ദോന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ്: ഉത്തരം 40. ചോദ്യം 31. അബ്ദോന് എത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ്: ഉത്തരം 30. ചോദ്യം 32. അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കുവാൻ എത്ര കഴുതകളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ്: ഉത്തരം 70. ചോദ്യം 33. അബ്ദോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻസ്: ഉത്തരം 8. ചോദ്യം 34. അബ്ദോൻ മരിച്ച് ആരുടെ മരനാട്ടിലാണ് സംസ്കരിക്കപ്പെട്ടത്? ഓപ്ഷൻസ്: ഉത്തരം അമലേക്യരുടെ. ചോദ്യം 35. അബ്ദോനെ സംസ്കരിച്ച പിറഥോൻ എന്ന സ്ഥലം ഏതു ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: ഉത്തരം എഫ്രായിം ദേശത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.